വ്യാപാരി വ്യവസായി ഏകോപന സമിതി പരപ്പ യൂണിറ്റ് നിർമ്മിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനം നാളെ രാവിലെ 11-ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നിർവഹിക്കും. യൂണിറ്റ് പ്രസിഡന്റ് ടി അനാമയൻ അധ്യക്ഷത വഹിക്കും. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ വിജയൻ കോട്ടയ്ക്കൽ റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ്, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ബിന്ദു, അക്യുപങ്ചർ ചികിത്സകൻ ഡോക്ടർ സജീവ് മറ്റത്തിൽ എന്നിവർ മുഖ്യാതിഥികളാകും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി രാവിലെ 10-ന് പരപ്പ ടൗണിൽ സാംസ്കാരിക ഘോഷയാത്ര നടത്തും. വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ടി അനാമയൻ, സെക്രട്ടറി എം പി സലീം, സുധീഷ് കുളത്തിങ്കൽ, വിജയൻ കോട്ടയ്ക്കൽ, ഹെൻറി ജോസഫ്, ഇ വി രാജീവൻ, സി എച്ച് മുഹമ്മദ് കുഞ്ഞി എന്നിവർ പങ്കെടുത്തു. പരപ്പയിലെ വ്യാപാരികളുടെ ചിരകാല സ്വപ്നം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 40-50 കൊല്ലത്തോളം നമ്മളെ ഒരു ആഗ്രഹമായിരുന്നു. നമ്മുടെ പിൻഗാമികൾക്ക് അവർ മുൻപിൽ കണ്ടുവച്ച, അവർ മുൻകൂട്ടി കണ്ടുവച്ച് നമുക്ക് വേണ്ടി കുറച്ച് സ്ഥലങ്ങൾ വാങ്ങി വെക്കുകയും അത് ഏകദേശം നമ്മളൊരു 2016 വരുന്ന കമ്മിറ്റി നമ്മൾ അതിലൊരു ബിൽഡിംഗ് കെട്ടാൻ വേണ്ടി ആരംഭിക്കുകയാണ് ചെയ്ത്. ആ ഘട്ടം ഘട്ടമായിട്ടുള്ള പരിപാടി കൊണ്ട് ഞങ്ങൾ നല്ലൊരു വലിയൊരു ഹാള്, ഒരു ഓഡിറ്റോറിയം തന്നെ, അതായത് നമ്മൾ മീറ്റിംഗ് ഹാള് തന്നെ നമ്മൾ പണിതിട്ടുണ്ട് അവിടെ. പിന്നെ താഴെ അത്രയും വലിപ്പത്തിലുള്ള ഒരു ഷോപ്പിങ്ങിന് പറ്റിയ അല്ലെങ്കിൽ ഷോറൂമിന് പറ്റിയ തരത്തിലുള്ള ഒരു ബിൽഡിങ്, ഇത് താഴെയും മുകളിൽ നമ്മൾ അതേ വലിപ്പത്തിൽ നമ്മളെ ഒരു മീറ്റിംഗ് ഹാളും കൂടിയാണ് നമ്മൾ പണിത് കഴിഞ്ഞിട്ടുള്ളത്. അത് അതിൻ്റെ പൂർണ്ണമായ എല്ലാ പണികളും അതായത് അതിൻ്റെ ടൈൽസ് ഇടലും അഥവാ ഗ്ലാസ് വർക്കും മറ്റേ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സും എല്ലാം ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ പുറമെ നമ്മൾ വനിതാ വിങ്ങിൻ്റെ വക നമുക്ക് അതിലേക്ക് സൗണ്ടും കൂടി നമുക്ക് അവർ തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും കൂടിയിട്ട് നമ്മളത് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ്. ഈ മെയ് 16-ാം തീയതി ഒരു 11 മണിയോട് കൂടിയിട്ട് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ആ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ അതിൽ കൂടെ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും നമ്മുടെ ജില്ലാ പ്രസിഡന്റുമായ അഹമ്മദ് ഷരീഫ്, അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി സജി, പിന്നെ നമ്മളെ മാനവര മേഖലയുടെ ഇറ്റാലിക്കൽ മേഖലയുടെ ചെയർമാനായ തോമസ് കാനാട്ട്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു, പിന്നെ കനാൻ കരിന്തളം പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ, അതുപോലെ തന്നെ മറ്റ് എല്ലാ മെമ്പർമാരും, അതായത് നമ്മുടെ വാർഡിൻ്റെ ജനപ്രതിനിധികളും അതുപോലെ സാംസ്കാരിക നായകന്മാരും അവരെല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വലിയൊരു സാംസ്കാരിക ഘോഷയാത്ര തന്നെ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ പരിപാടിയിലേക്ക് എല്ലാ ആൾക്കാരും നാട്ടുകാരെയും ഞങ്ങൾ കത്തുകൊടുത്ത് പിന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 85 ലക്ഷത്തോളം രൂപയോളം ഞങ്ങളിപ്പോൾ അതിന് മുതൽ മുടക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് പൈസ ഞങ്ങൾക്ക് ഒരു ബാധ്യതയായിട്ടുണ്ട്. ബാക്കി പൈസകളെല്ലാം ഞങ്ങൾ അതായത് മറ്റ് പരസ്പര സഹായ നിധികളിൽ നിന്ന് മാത്രം ആക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഇത് നടത്തിയിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ യൂണിറ്റ് മെമ്പർമാരിൽ നിന്നിട്ട് വലിയൊരു തുക ഇതാക്കുകയോ അപ്പടി ഒന്നും ചെയ്തിട്ടില്ല. ചെറിയൊരു തുക മാത്രം ഞങ്ങളുടെ യൂണിറ്റിലെ മെമ്പർമാരിൽ നിന്ന് എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ കണ്ടെത്തിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഇത്രത്തോളം പണി, ഏകദേശം പണികളെല്ലാം പൂർത്തിയായി. ഇനി കുറച്ച് നമ്മൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇതിൻ്റെ ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വ്യാപാരോപൻ നിർമ്മാണം എന്നത്. അത് ഏകദേശം പൂർത്തിയായി. അത് ഞങ്ങൾ സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കണം എന്നുള്ളത് ജില്ലാ പ്രസിഡന്റിനെ അറിയിച്ച സ്ഥിതിക്ക് ജില്ലാ പ്രസിഡന്റും കൂടെ ഇടപെട്ടിട്ടാണ് നമ്മൾ സംസ്ഥാന പ്രസിഡന്റിനെ കൊണ്ടുവരുന്നത്. അത് പരപ്പയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഘോഷയാത്രയെക്കുറിച്ചുള്ള മാറ്റങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ പരിപാടികളെല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതെ, ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത് ഞങ്ങളുടെ ഒരു മെമ്പറായ, അതായത് ലോകപ്രശസ്ത അക്യുപഞ്ചർ വിദഗ്ധൻ, അതായത് ഡോക്ടർ സജി മറ്റത്തിൽ, അദ്ദേഹമാണ് ഞങ്ങൾക്ക് വലിയൊരു ഞങ്ങളെ വലുതായിട്ട് ഞങ്ങളെ താങ്ങി നിർത്തിയിട്ട് ഞങ്ങളുടെ ഈ ഒരു ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ചെയ്തു തന്നിട്ടുള്ളത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയതാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് ഈ ഒരു ഇതിൽ. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം കൂടിയാണ് ഞങ്ങൾ അസംഘടിതരായി കടന്നിരുന്ന കേരളത്തിലെ ചെറുകിട വ്യാപാരികൾ 1950 സംസ്ഥാന തലത്തിൽ കേരള വ്യാപാരി വ്യവസായ എന്ന സംഘടന രൂപീകരിച്ച ആ വർഷം തന്നെ കാസർഗോഡ് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായ പരപ്പയിലും ആ കാലഘട്ടത്തിൽ തന്നെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി രൂപീകരിച്ചിരുന്നു. അന്ന് സംഘടന രൂപീകരിച്ച് സംഘടനാ പ്രവർത്തനം നേതൃത്വം നൽകിയ ഞങ്ങളുടെ പൂർവികരെ ഭാവിയിൽ വരുന്ന ഞങ്ങളെപ്പോലുള്ള കച്ചവടക്കാർക്ക് വേണ്ടി ഏകദേശം 2003 തന്നെ 15-19 സെൻറ്റോളം സ്ഥലം പരപ്പയുടെ ഹൃദയഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചിരുന്നു. ഏകദേശം 2005 ശേഷം ഒരു 10-15 വർഷക്കാലം നിലവിലുണ്ടായിരുന്ന കമ്മിറ്റി
കാര്യമായ സംഘടനാ പ്രവർത്തനത്തിന് ശ്രദ്ധയിലിക്കാതെ കേവലം സംസ്ഥാന ജില്ലാ കമ്മിറ്റികൾ നൽകുന്ന പ്രവൃത്തികൾക്ക് മാത്രം മുൻതൂക്കം നൽകിയതുകൊണ്ട് ഞങ്ങളുടെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങാതിരുന്നതാണ്. 2016 നിലവിൽ വന്ന ഇപ്പോഴത്തെ കമ്മിറ്റി, ഇപ്പോൾ നിലവിലിരിക്കുന്ന കമ്മിറ്റി അംഗങ്ങളായ കമ്മിറ്റി ഇന്ന് കാണുന്ന വളരെ മനോഹരമായ ഒരു ബിൽഡിങ്ങിന് രൂപം നൽകിയിരിക്കുകയാണ്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടുചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.